ആ സമയത്ത് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെരുവിനെ പോലെ നടക്കുകയായിരുന്നു വൈഗ. ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് സൗര്യ നിലയോട് കാണിച്ച സ്നേഹവും കെയറും ഓർത്തിട്ട് അവൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ദേഷ്യത്താലും അസൂയാലും അവളുടെ അകമ്പുറം വെന്തിരിഞ്ഞു. അവൾ ക്ലോക്കിലേക്ക് നോക്കി. സമയം 11 ആകുന്നു. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത്. മാലിനിയുടെ നമ്പറാണ് ഫോണിൽ തെളിഞ്ഞത്. കാത്തിരുന്ന പോലെ വൈഗ അതെടുത്ത് ചെവിയിൽ ചേർത്തു. ഹലോ ചെറിയമ്മേ, എന്തായി കാര്യങ്ങൾ? കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ വന്നു. ചെറിയച്ഛന് ശരിക്കും വയ്യാതായിട്ടുണ്ട്. ഇന്ന് രാത്രി സൗരവ് ഇവിടെ ഉണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ ചെറിയമ്മേ? ഇന്ന് മരുന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാനൊന്ന് പേടിച്ചതാ. ഗിരിജ ചെറിയച്ഛന് കഴിക്കാനായിട്ട് ടേബിളിൽ വെച്ച മെഡിസിൻ മാറ്റി. അതുപോലെ തന്നെ ഇരിക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റ് വെച്ചത് ഞാനാണല്ലോ. പക്ഷേ ഭാഗ്യത്തിന് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. വൈഗ ആശ്വാസത്തോടെ വിശ്വസിച്ചു. എന്നാൽ പിന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കട്ടെ. ഇനിയൊരു അവസരം ഇതുപോലെ കിട്ടണമെന്നില്ല. മനസ്സിലായി ചെറിയമ്മേ. ഞാൻ സൗരു ഇന്നിനി ഇങ്ങോട്ട് വരില്ലെന്ന് ഉറപ്പിക്കാനായി കാത്തു നിൽക്കുകയായിരുന്നു. ഇന്ന് വരില്ല, അതുറപ്പാ. പക്ഷെ നാളെ രാവിലെ ഓടിക്കിരിച്ചെത്താൻ സാധ്യതയുണ്ട്. അവൻ അവളെ കെട്ടിപ്പിടിച്ചു കിടന്നില്ലെങ്കിൽ ഉറക്കം വരാത്ത പോലെയാ. മാലിനിയിലെ അമർഷം നിറഞ്ഞു. വൈകിയുടെ ഉള്ളിൽ അസൂയ പോഞ്ഞു. അവർ തമ്മിൽ അങ്ങനെയുള്ള ബന്ധമൊക്കെ ഉണ്ടെന്നാണോ ചെറിയമ്മ പറയുന്നത്? അത് പിന്നെ ഉണ്ടാകാതിരിക്കുമോ? ഒരു മുറിയിൽ കഴിയാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായില്ലേ. നമ്മളതൊന്നും നോക്കണ്ട. എന്തായാലും അവൾ പ്രസവിച്ചിട്ടൊന്നുമില്ലല്ലോ. അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം ഒരു തീരുമാനമാക്കണം. ശരിയാ. ചെറിയമ്മ ഫോൺ വെച്ചോ. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നിലയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ മുറിക്ക് പുറത്തിറങ്ങി ബാൽക്കണിയിൽ വന്നു നിന്നു. അവൾ ആലോചിച്ചത് സൗരവിനെ കുറിച്ചാണ്. താൻ ഇത്രയേറെ അവഗണിച്ചിട്ടും മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞിട്ടും യാതൊരു ദേഷ്യവും കാണിക്കാത്ത മനുഷ്യൻ എന്താണ് ഹൃദയത്തെ ഭരിക്കുന്നത്? തന്നോട് ചെയ്തു പോയതിനെ പറ്റിയുള്ള പശ്ചാത്താപമാണോ? ശരിക്കും ആൾക്ക് കുറ്റബോധമുണ്ടോ? അല്ലെങ്കിൽ ആൾ പറഞ്ഞ പോലെ അതോടൊപ്പം തന്നോടുള്ള പ്രണയമുണ്ടോ? പെട്ടെന്ന് പാതിരാക്കാറ്റടിച്ച് നീലയുടെ ശരീരമാകെ കുളിർന്നു. കാറ്റാണോ സൗരവിനെ കുറിച്ചുള്ള ചിന്തകളാണോ തന്നെ തണുപ്പിക്കുന്നതെന്ന് നിലയ്ക്ക് മനസ്സിലായില്ല. ആത്മാവിലേക്ക് തുളഞ്ഞു കയറുന്ന ആ നോട്ടം, വശ്യമായ ഭാവങ്ങൾ, പ്രണയം വഴിയുന്ന കണ്ണുകൾ. പ്രണയം. സൗരവ് മഹാദേവ് നീലാദ്രിയെ പ്രണയിക്കുക സ്വപ്നത്തിൽ പോലും ഒരിക്കലും വിചാരിക്കാൻ സാധിക്കാതിരുന്ന ഒരു കാര്യം. സത്യം പറഞ്ഞാൽ ഇപ്പോഴും സൗരവ് മഹാദേവിൻ്റെ സൗഭാഗ്യങ്ങൾ ഒന്നും തന്നെ മോഹിപ്പിക്കുന്നില്ല. പക്ഷേ ആ ആർദ്രമായ വാക്കുകൾ, ദൈന്യത, ആണത്തിൻ്റെ അഹങ്കാരം വെടിഞ്ഞുള്ള താഴ്മ, ഇതെല്ലാം താനെന്ന പെണ്ണിൻ്റെ മനസ്സിനെ എവിടെയൊക്കെയോ സ്വാധീനിക്കുന്നില്ലേ? വിവാഹത്തിന് ശേഷം ഒരു പെണ്ണിന് അവളായി തന്നെ ഇരിക്കാൻ സാധിക്കുക, തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പുരുഷനെ കിട്ടുക, അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇപ്പോഴത്തെ സൗരവ് മഹാദേവ് തീർച്ചയായും അങ്ങനെ ഒരു പുരുഷനാണ്. സത്യം പറഞ്ഞ സൗരവ് മഹാദേവിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ടും താൻ ഒട്ടും മാറിയിട്ടില്ല. ഒരു കാര്യത്തിലും തനിക്കൊരു നിർബന്ധവും നേരിടേണ്ടി വന്നിട്ടില്ല. തനിക്ക് ഇഷ്ടമുള്ളതുപോലെ താൻ നടക്കുന്നു, ഇഷ്ടമുള്ളതുപോലെ പെരുമാറുന്നു, ഇഷ്ടമുള്ളതുപോലെ വേഷം ധരിക്കുന്നു. തൻ്റെ ഭയങ്ങളെല്ലാം അസ്ഥാനത്തായിരുന്നു. താനാണെങ്കിൽ ആളോട് സൗമ്യമായി സംസാരിക്കാറേയില്ല. തങ്ങളുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യകാലങ്ങളിൽ പോലും സൗരവ് തന്നോട് താൻ ചെയ്യുന്നത് പോലെ പെരുമാറിയിട്ടില്ലെന്ന് നില ഓർത്തു. വിവാഹത്തിന് ശേഷം ദേഷ്യപ്പെട്ടിട്ടില്ല, ഒച്ചയെടുത്തിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കൾ തന്നെക്കുറിച്ച് പറഞ്ഞ കുത്തുവാക്കുകൾ കേട്ട് പരിഹസിച്ചു സംസാരിച്ചിട്ടില്ല. പക്ഷെ ആളുടെ നിയന്ത്രണമാകെ തെറ്റിയത് ഷാമിയുടെ ആ ചതിക്ക് ശേഷമായിരുന്നു. നിലയിൽ നിന്ന് ഒരു നെടുവീർപ്പ് ഉതിർന്നു വീണു. ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ കണ്ണുകളിൽ വേദന നിറച്ച് നിഷ്കളങ്കമായ ആ നിൽപ്പ് കാണുമ്പോൾ ചിലപ്പോഴൊക്കെ തനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ആ കോടതി മുറി തനിക്ക് സംഭവിച്ചതിനൊക്കെയും പൂർണ്ണമായ ഉത്തരവാദി സൗരവ് മഹാദേവ് അല്ലെന്ന് പലപ്പോഴും പലരിലൂടെയും താൻ മനസ്സിലാക്കിയതിനു ശേഷം. സ്വയം അറിയാതെ നീലയുടെ കൈകൾ കഴുത്തിലെ താലിയിൽ കൊരുത്തു. ഇതിൽ താൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? സൗരവ് മഹാദേവിനെ അങ്ങേയറ്റം വേദനിപ്പിച്ചുകൊണ്ട് ആ ധാർഷ്ട്യത്തിന് ഒരു മറുപടി കൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഒരിക്കൽ ഇറങ്ങിപ്പോകണമെന്ന് വിചാരിച്ചു. അതിനായി എന്തെങ്കിലും മാർഗം നോക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇനി അങ്ങനെ ആളെ വേദനിപ്പിച്ചാൽ തനിക്ക് സമാധാനം കിട്ടുമോ? എന്തുകൊണ്ടോ ആ സങ്കടം ഇപ്പോൾ തന്നെയും ചൂഴാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് തനിക്ക് സംഭവിക്കുന്നത്? സൗരവ് മഹാദേവിനോട് തനിക്ക് സ്നേഹം തോന്നിത്തുടങ്ങിയോ? പക്ഷേ താൻ അനുഭവിച്ചതൊക്കെ ഇത്രയും പെട്ടെന്ന് മറന്നു പോവുകയാണോ? അതിൻ്റെ വേദന ഇപ്പോഴും ശേഷിക്കുന്നുണ്ടല്ലോ മനസ്സിൽ. നീല ഒരു എത്തും പിടിയും കിട്ടാതെ ഉഴറി. അപ്പോഴാണ് പ്രീതി അങ്ങോട്ട് വന്നത്. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ ഇങ്ങനെ പുറത്തു നിൽക്കുന്നത്? എന്ത് പ്രശ്നം ചേച്ചി? ഒരു കുഴപ്പവുമില്ല. നില പ്രീതിയെ നോക്കി പുഞ്ചിരിച്ചു. അല്ല, മോളിങ്ങനെ തണുപ്പത്ത് നിൽക്കുന്നതുകൊണ്ട് ചോദിച്ചതാ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ
സൗരവ് സാറിനെ വിളിക്കണമെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞതാ. ഏയ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഉറക്കം വരാത്തതുകൊണ്ട് ഒന്ന് പുറത്തേക്കിറങ്ങി നിന്നതാ. ചേച്ചി പോയി കിടന്നോളൂ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നതല്ലേ? അല്ല, മോളിവിടെ തനിച്ച്. ഞാനിപ്പോൾ തന്നെ കയറും, ചേച്ചി പോയിക്കോളൂ. പ്രീതി താഴേക്ക് ഇറങ്ങുമ്പോൾ കോണിപ്പടി കയറി വരുന്ന വൈകിയെ കണ്ടു. പ്രീതിയുടെ നെറ്റി ചുളിഞ്ഞു. മേഡം എങ്ങോട്ടാ? പ്രീത ചോദിച്ചു. അത് കേട്ടതും വൈകിയുടെ നെറ്റി ചുളിഞ്ഞു. ഞാൻ എങ്ങോട്ടായാലും നിനക്കെന്താ? നീയാരാ എന്നെ ചോദ്യം ചെയ്യാൻ? അങ്ങനെയല്ല മേഡം, മേഡം ഈ രാത്രിയിൽ മുകളിലോട്ട് കയറിപ്പോകുന്നതുകൊണ്ട് ചോദിച്ചതാ. മാത്രമല്ല, നിലമോളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് സൗരവ് സാർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനെന്താടി നിന്റെ നിലമോളെ പിടിച്ചു തിന്നുമോ? വൈകിയുടെ സംസാരം കേട്ട പ്രീതിയുടെ മുഖം വല്ലാതായി. സ്വന്തം സ്ഥാനം അറിഞ്ഞു നിൽക്കണം. നീ ഇവിടുത്തെ വേലക്കാരി മാത്രമാണ്. കൊച്ചമ്മ ചമയണ്ട കേട്ടോടി. തന്നെ രൂക്ഷമായി നോക്കിയിട്ട് കോണിപ്പടി കയറുന്ന വൈകിയെ പ്രീത വല്ലായ്മയോടെ ശ്രദ്ധിച്ചു. അവൾ ആരാണെന്ന് പ്രീതയ്ക്ക് അറിയില്ലായിരുന്നു. എങ്കിലും അവൾ കാണിക്കുന്ന അധികാരഭാവത്തിൽ നിന്ന് ഈ ഫാമിലിയിലെ ഏതോ അടുത്ത ബന്ധുവാണെന്ന് മാത്രം മനസ്സിലായി. വൈകി നേരെ ബാൽക്കണിയിലേക്കാണ് ചെന്നത്. അവിടെ അപ്പോഴും എന്തോ ചിന്തിച്ചുകൊണ്ട് പുറത്തുനിന്നുള്ള കാറ്റിൻ്റെ തലോടലേറ്റ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. പിറകിൽ കാൽപെരുമാറ്റം കേട്ട് അവൾ വെട്ടിത്തിരിഞ്ഞു. വൈകിയെ കണ്ടപ്പോൾ അവളുടെ മുഖം വിവർണമായി. അകത്തേക്ക് പോകണോ വേണ്ടയോ എന്ന് നില ആലോചിച്ചു. തനിക്ക് ഇവരോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നില, ദയവ് ചെയ്ത് പോകരുത്. എനിക്ക് തന്നോട് ഒന്ന് സംസാരിക്കണം, പ്ലീസ്. വൈകിയുടെ സ്വരം ദീനമായിരുന്നു. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പറയാനുള്ളതൊക്കെ നേരത്തെ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ. ഇനി അതൊന്നും കേൾക്കാനുള്ള താല്പര്യം എനിക്കില്ല. പറയാനുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നില. തന്നോട് അതെങ്ങനെ പറയണമെന്നും എനിക്കറിയില്ല. പെട്ടെന്നാണ് പ്രീത അങ്ങോട്ട് വന്നത്. ദേഷ്യം കൊണ്ട് വൈകിക്കാകെ പെരുത്തുകയറി. അവൾ ചോദ്യഭാവത്തിൽ പ്രീതിയെ നോക്കി. എന്താ ചേച്ചി? ചേച്ചി ഇതുവരെ ഉറങ്ങിയില്ലേ? നില ചോദിച്ചു. അത് പിന്നെ മോളെ ശ്രദ്ധിക്കണമെന്ന് സൗരവ് സാർ പറഞ്ഞിരുന്നു. വൈക പണിപ്പെട്ട മുഖത്തൊരു പുഞ്ചിരി എടുത്തണിഞ്ഞു. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നുള്ള പേടിയാണ് നില ഇവർക്ക്. താൻ കൊച്ചുകുട്ടിയാണെന്നാണ് ഇവരുടെ വിചാരം. തനിക്കെന്നെ ഭയമാണോ? ആണെങ്കിൽ ഞാൻ പോയേക്കാം. നില കൈകൾ കെട്ടിനിന്ന് കൂസലില്ലാതെ വൈകിയെ നോക്കി. എനിക്ക് നിങ്ങളെ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല വൈക. ഞാൻ ആരെയും പേടിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോയിക്കോളൂ. നില പ്രീതിയെ നോക്കി. ചേച്ചി പേടിക്കേണ്ട, പോയി കിടന്നുറങ്ങിക്കോളൂ. എനിക്ക് വൈകിയെ നേരത്തെ പരിചയമുണ്ട്. പ്രീതിയെ ആശ്വസിപ്പിക്കുക എന്ന പോലെ നില പറഞ്ഞു. അവർ പിന്നെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ശിരസ് അനക്കിയിട്ട് അവിടെ നിന്ന് പോയി. വൈകിക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? അത് പിന്നെ സൂര്യ. ഓ, സൗര്യ മഹാദേവനെ വിട്ടുതരണമെന്നായിരിക്കും. പക്ഷെ അദ്ദേഹം എൻ്റെ ഭർത്താവാണെന്ന് വൈക മറന്നു പോകുന്ന പോലെയുണ്ടല്ലോ. എൻ്റേതു മാത്രമായ ഒന്നിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. നില അറുത്തുമുറിച്ചു പറഞ്ഞു. വൈക കൂടുതൽ ദയനീയമായി നിലയെ നോക്കി. നിലയ്ക്ക് എന്നോട് ദേഷ്യമാണെന്നറിയാം. കാരണം ഞാൻ അത്ര മോശമായാണ് നിലയോട് ഒരിക്കൽ പെരുമാറിയത്. പക്ഷെ അതെൻ്റെ മനസ്സിലെ വിഷമവും സങ്കടവും കൊണ്ടായിരുന്നു. ഞാൻ സൗരവിനെ അത്രയേറെ സ്നേഹിച്ചിരുന്നു, സൗരവ് എന്നെയും. നിലയുടെ മുഖം വിവർണമാവുന്നത് വൈക പൊളികണ്ണാൽ നോക്കി. ഞാൻ സത്യമാണ് നില പറയുന്നത്. ഞങ്ങൾ ഒരിക്കൽ വളരെ ആത്മാർത്ഥമായി പ്രേമിച്ചിരുന്നു. ശരീരവും മനസ്സും ഒരുപോലെ പങ്കിട്ടിരുന്നു. അക്കാലങ്ങളിൽ എൻ്റെ ദേഹത്തിൻ്റെ ചൂടേറ്റാണ് സൂര്യ ഉറങ്ങിയിരുന്നത്. അവനെ എത്രയോ വട്ടം ചുംബിച്ചുണർത്തിയ ശരീരമാണെന്നോ ഇത്. ഓരോ രാത്രിയും എന്നിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ നിന്നോളം വലിയൊരു ലഹരി എൻ്റെ ജീവിതത്തിൽ ഇല്ല വൈക എന്നെൻ്റെ ചെവികളിൽ അവൻ മന്ത്രിക്കുമായിരുന്നു. നീലയുടെ മുഖമാകെ വലിഞ്ഞു മുറുകി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ശോഭം കൊണ്ട് അവൾ വിറച്ചു. മതി, നിർത്ത്. ഇനി ഒരു അക്ഷരം നീ ഇവിടെ നിന്ന് പറയരുത്. അവൾ വൈകിക്കു നേരെ കൈ ചൂണ്ടി. താൻ എന്തിനാ നില ഇങ്ങനെ ഭയക്കുന്നത്? സത്യത്തിന് നേരെ ഇങ്ങനെ കണ്ണടയ്ക്കുന്നത് എന്തിനാണ്? അങ്ങനെ കണ്ണടച്ചാൽ സത്യമല്ലാതെ ആവുമോ? നില മിണ്ടിയില്ല. അവൾക്ക് വാക്കുകൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. ഞാനും സൂര്യയും ഒരിക്കൽ പ്രേമിച്ചിരുന്നു. അതൊരിക്കലും ഒരു വെറും പ്രേമം ആയിരുന്നില്ല. എൻ്റെ മനസ്സും ശരീരവും ഞാൻ പൂർണ്ണമായി അർപ്പിച്ചിരുന്നു. സൗരവ് എന്നിൽ അഡിക്റ്റായിരുന്നു. പ്രണയം കൊടുമ്പിരി കൊണ്ട കാലങ്ങളിൽ സൗരവിൻ്റെ അഭിപ്രായപ്രകാരം ഞങ്ങൾ ഒരു വീടെടുത്ത് താമസം തുടങ്ങിയിരുന്നു. ഇനി ഞാൻ നിലയോട് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ഒരു വീട്ടിൽ പരസ്പരം പ്രേമിക്കുന്ന ഒരാണും പെണ്ണും മാത്രം എന്തും സംഭവിക്കാം, അല്ലേ? സ്വാഭാവികമായും ഞങ്ങൾക്കിടയിൽ നടക്കേണ്ടതെല്ലാം നടന്നു. വിവാഹം കഴിക്കാതെ ഞാൻ ഒരു പുരുഷൻ്റെ കൂടെ താമസിച്ചതിന് നിലയ്ക്ക് എന്നെ കുറ്റപ്പെടുത്താം. പക്ഷേ ഞാൻ സൂര്യ അത്ര വിശ്വസിച്ചിരുന്നു. ഞങ്ങൾ മാരീഡാകുമെന്ന് അവൻ എനിക്ക് ഉറപ്പ് തന്നിരുന്നു. മാത്രമല്ല അവൻ്റെ വീട്ടുകാർക്കും ഞാനും സൂര്യയും വിവാഹം കഴിക്കണം എന്നായിരുന്നു.
ഞങ്ങൾ ലിവിങ് ടുഗദറായി ജീവിക്കുന്നതിനെ എൻ്റെ അച്ഛനെ എതിർത്തിരുന്നു. പക്ഷേ എനിക്ക് സൂര്യയെ അവിശ്വസിക്കാൻ കഴിഞ്ഞതേയില്ല. വൈഗ ഒന്ന് നിർത്തി നിലയെ നോക്കി. സർവ്വതും തകർന്നവളെപ്പോലെ ശ്വാസം അടക്കിപ്പിടിച്ച് നിൽക്കുകയാണ്. ഉള്ളിൽ ഉയർന്നു വന്ന സന്തോഷം നിയന്ത്രിച്ചുകൊണ്ട് വൈഗ തുടർന്നു. സൂര്യയുടെ അമ്മ ഗായത്രി വർമ്മയെ അറിയാമല്ലോ. ആൻറ്റിക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ അച്ഛൻ ആൻറ്റി ചെന്ന് കണ്ടിരുന്നു. വിവാഹം കഴിക്കാതെ സ്വന്തം മകൾ ഒരു പുരുഷൻ്റെ കൂടെ താമസിക്കുന്നതിനെ ചൊല്ലി അച്ഛൻ ആൻറ്റിയെ തൻ്റെ സങ്കടം അറിയിച്ചു. ആൻറ്റി മുൻകൈയെടുത്തു തന്നെ നിയമപരമായി ഞങ്ങളെ വിവാഹം കഴിപ്പിക്കാനുള്ള തീരുമാനം ഇരു വീട്ടുകാരും കൂടി എടുത്തു. അന്ന് ഈ പറഞ്ഞ സൗരവ് മഹാദേവ് ഒന്നുമായിരുന്നില്ല. കുടുംബപരമായി സ്വത്തുണ്ടെന്നല്ലാതെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒന്നും ആയിട്ടില്ല. ഈ ഫെയിം, ഈ ആരാധന വൃന്ദം, ഇതൊന്നുമില്ലാത്ത സൗരവ് സൂര്യ തൻ്റെ ലക്ഷ്യങ്ങൾക്കായി ശ്രമിച്ചുകൊണ്ടിരുന്നു എന്ന് മാത്രം. പക്ഷെ അവൻ്റെ ഫാമിലിയിൽ ആരും അതത്ര പ്രോത്സാഹിപ്പിച്ചില്ല. പ്രത്യേകിച്ച് ഗായത്രി ആൻറ്റിക്ക് സൂര്യ തങ്ങളുടെ കുടുംബ ബിസിനസ് ഏറ്റെടുക്കണമെന്നായിരുന്നു താല്പര്യം. അന്ന് ഈ പറഞ്ഞ സൗരവ് മഹാദേവ് ഒന്നുമായിരുന്നില്ല. കുടുംബപരമായി സ്വത്തുണ്ടെന്നല്ലാതെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒന്നും ആയിട്ടില്ല. ഈ ഫെയിം, ഈ ആരാധന വൃന്ദം, ഇതൊന്നുമില്ലാത്ത സൗരവ് സൂര്യ തൻ്റെ ലക്ഷ്യങ്ങൾക്കായി ശ്രമിച്ചുകൊണ്ടിരുന്നു എന്ന് മാത്രം. പക്ഷേ അവൻ്റെ ഫാമിലിയിൽ ആരും അതത്ര പ്രോത്സാഹിപ്പിച്ചില്ല. പ്രത്യേകിച്ച് ഗായത്രി ആൻറ്റിക്ക് സൂര്യ തങ്ങളുടെ കുടുംബ ബിസിനസ് ഏറ്റെടുക്കണമെന്നായിരുന്നു താല്പര്യം. ഫിലിം ഫീൽഡിൽ പോയാൽ മകൻ്റെ സ്വഭാവം മോശമാകുമെന്ന് ആൻറ്റി ഭയപ്പെട്ടിരുന്നു. ചിലപ്പോൾ പെൺവിഷയങ്ങളിലേക്കും പലവിധ ലഹരികളിലേക്കും പോയാലോ എന്നൊക്കെ ഇടയ്ക്ക് ആൻറ്റി ആവലാതിപ്പെടും. ഞാൻ സൂര്യയെ പറഞ്ഞ് നന്നാക്കണമെന്ന് എന്നെ ഉപദേശിക്കും. പക്ഷേ ഞാൻ കരുതിയതുപോലെ ഒന്നുമായിരുന്നില്ല സൂര്യയുടെ സ്വഭാവം. സൂര്യയുടെ സിനിമാ മോഹത്തിനു വേണ്ടി കുടുംബത്തിൽ നിന്ന് ഒരു പൈസയും മുടക്കാൻ അവിടെ ആരും തയ്യാറായിരുന്നില്ല. എന്തിന്, സൂര്യ ഏറ്റവും സ്നേഹിച്ച മുത്തശ്ശൻ വരെ അതിനെ എതിർത്തിരുന്നു. ആ സമയത്താണ് സൂര്യയ്ക്ക് ഒരു വലിയ ഓഫർ വരുന്നത്. അതായത് ഒരു ഫേമസ് സംവിധായകൻ്റെ സിനിമയിൽ സൂര്യയ്ക്ക് നായകനാകാൻ കഴിയും. പകരം ആ ഫിലിമിലെ പ്രൊഡ്യൂസറുടെ മോളെ സൂര്യ വിവാഹം കഴിക്കണം. സൂര്യ ഇതിന് സമ്മതിക്കില്ല എന്നാണ് ഞാൻ കരുതിയത്. കാരണം എന്നോട് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നേടിയിരുന്നു. പക്ഷേ സൂര്യ എന്നോട് പറഞ്ഞത് സ്വന്തം ഭാവിക്ക് വേണ്ടി ഒന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് സ്വന്തമായി സിനിമ ചെയ്യാനുള്ള പണം വാങ്ങിച്ചു കൊടുക്കണം. സ്വയം പ്രൊഡ്യൂസറായാൽ ആ സിനിമയിൽ ഹീറോയാകാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇതായിരുന്നു സൂര്യയുടെ മനസ്സിലിരിപ്പ്. വൈഗ ഒന്ന് നിർത്തി നിശബ്ദയായി നിലയെ നോക്കി. അവളുടെ കണ്ണുകൾ അവിശ്വസനീയമായ ഏതോ കഥ കേൾക്കുന്ന പോലെ വിടർന്നിരുന്നു. ആ മിഴികളിൽ ദുഃഖഭാവമാണെന്ന് കണ്ട് വൈഗയുടെ മുഖത്ത് ഒരു തിളക്കം മിന്നിമാഞ്ഞു. അത് മറയ്ക്കാൻ അവൾ വീണ്ടും മുഖത്ത് സങ്കടം വരുത്തി.